അതിരപ്പള്ളിയിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ചു. വെടിയേറ്റ് മയങ്ങിയ ആനയ്ക്ക് ചികിത്സ നൽകുന്ന നടപടി തുടങ്ങി. ഒന്നാം ബ്ലോക്കിലെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ആനയെ മയക്കുവെടി വെച്ചത്. കെ അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, ആന മയങ്ങിയോ? ചികിത്സ ആരംഭിച്ചിട്ടുണ്ടോ? ധന്യ, 3 ഡോസ്, അതായത് ഇതുവരെയായിട്ടും 3 ഡോസുകളാണ് ആനയ്ക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഒരു 10 മിനിറ്റുള്ളിൽ തന്നെ ആനയുടെ ചികിത്സ, ആന മയങ്ങി തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം മയങ്ങി അതിൻ്റെ ഒരു മയക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 ഡോസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റുള്ളിൽ തന്നെ ഇതിൻ്റെ ചികിത്സ ആരംഭിക്കും. അതായത് ഈ മരുന്ന് വെച്ച് തുടങ്ങുന്ന രീതിയിലൊക്കെ ചികിത്സ ആരംഭിക്കും. ഈ ഡോസ് നൽകുന്നതും ചികിത്സയുടെ ഭാഗമാണ്. അപ്പോൾ ചികിത്സ ആരംഭിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റില്ല എന്ന് പറയാം. പക്ഷേ 3 ഡോസ് നൽകിക്കൊണ്ട് ആന പൂർണ്ണമായും മയങ്ങി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത്, അതായത് സ്റ്റാൻഡിംഗ് സെഡേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് കടക്കുക. അതായത് ആനയെ നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ ചികിത്സിക്കുന്നു. അതാണ് ഈ സ്റ്റാൻഡിംഗ് സെഡേഷൻ എന്ന് പറയുന്നത്. ആനയുടെ 4 കാലുകൾ ആദ്യം ബന്ധിക്കും, ശേഷം തുമ്പിക്കൈ ബന്ധിക്കും, പിന്നീട് മുഖത്ത് കറുത്ത മറയിടും. അതിനുശേഷമായിരിക്കും ഈ ആനയെ ബന്ധിക്കുന്ന നടപടിയിലേക്ക് കടക്കുക. എന്തായാലും ഇപ്പോൾ ഈ വനംവകുപ്പിൻ്റെ വനംവകുപ്പ് അതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ആന പകുതിയോളം മയം കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആനയെ നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റേഷൻ ഭാഗത്താണ് ആന നിലവിൽ നിൽക്കുന്നത്. അതായത് ഈ ആന നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ കുറച്ചുള്ളിലേക്ക് മാറിയിട്ട്, അതായത് ഈ കുറച്ച് മരങ്ങൾക്ക് നടുവിലൂടെ ഈ റബ്ബർ തോട്ടത്തിനുള്ളിലായിട്ടാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആന മയങ്ങി തുടങ്ങുന്നേ ഉള്ളൂ, അത് പൂർണ്ണമായി മയങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കാലുകൾ ബന്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ആനയെ മയക്കാൻ സാധിക്കുക. അതിനുള്ള നടപടികളാണ് തുടങ്ങുന്നത്. നമുക്കൊരു കാണാൻ സാധിക്കും. അപ്പോൾ ആന പൂർണ്ണമായും മയങ്ങിയിട്ടില്ല എന്ന് നമുക്ക് അതിൽ നിന്നും കാണാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ, ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആന മയങ്ങി തുടങ്ങുകയാണ്. ഒരു 10 മിനിറ്റുള്ളിൽ തന്നെ ആനയെ പൂർണ്ണമായും ചികിത്സയിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. 3 ഡോസ് നൽകി, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 ഡോസ് നൽകി. ഇത് തന്നെ ധാരാളമാണ്, അതായത് ആനയ്ക്ക് ചികിത്സ നൽകുന്നതിന് ഇത് തന്നെ ധാരാളമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇനി ആവശ്യമെങ്കിൽ 1 ഡോസ് കൂടി നൽകാൻ കഴിയും. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ആദ്യം ഒരു 8:30 കൂടിയാണ് ആദ്യ മയക്കുവെടി വയ്ക്കുന്നത്. നമുക്ക് ആ വാർത്ത കൃത്യമായി ജനങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തിക്കാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആനയുടെ ചികിത്സ, അതായത് ആനയുടെ മസ്തകത്തിലേറ്റ മുറിവ്, അത് വലിയ ആഴത്തിലുള്ള മുറിവാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കും. അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ അരുൺ സക്രിയ നേതൃത്വത്തിലുള്ള സംഘം ഈ ചികിത്സ പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് ഈ ചികിത്സയുടെ ആഴം എത്രയാണ്, ഈ മുറിവിൻ്റെ ആഴം എത്രയാണ് എന്ന കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് വ്യക്തത വരിക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നു. അതായത് ഏറ്റവും ദ്രുതഗതിയിലുള്ള ഒരു നടപടിയാണ് വനംവകുപ്പ് സ്വീകരിച്ചത്. ഈ 3 ആനകൾക്കൊപ്പം ആനം ആദ്യം അവിടെ നിലയുറപ്പിച്ചിരുന്നു. പുഴ മുറിച്ച് കടത്തുന്നു അത്തരത്തിലൊരു സംഘത്തിനൊപ്പം നിന്നു. പക്ഷേ പുഴ മുറിച്ച് കടന്നതിന് ശേഷം ആന പിന്നീട് ഒറ്റയ്ക്ക് മാറി ഈ ഒരു വശത്തേക്ക്, അതായത് ഇവിടെ നിൽക്കുന്ന ഈ പ്ലാന്റേഷൻ്റെ അതുപോലെ തന്നെ ചില കെട്ടിടങ്ങളുണ്ട്, ആ പ്ലാന്റേഷൻ്റെ കെട്ടിടത്തിൻ്റെ അവിടേക്ക് ആന നീങ്ങുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ചാർജ് ചെയ്തു പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടാവും സ്ക്രീനിൽ. ആന വനംവകുപ്പ് നേരെ പാഞ്ഞെടുത്തു. ശേഷം ഇവർ വെച്ചും ബഹളം കൂട്ടിയും നേരെ ആനയെ കൊണ്ടുപോയത് ഇവിടെ നിന്നും കുറച്ച് കൊണ്ടുപോയി തൊട്ടവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ 1-ാം ബ്ലോക്കിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് നേരെ മുൻപിലുള്ള റോഡിൻ്റെ കഴിഞ്ഞതും ഉള്ള ഒരു ഭാഗത്തായിട്ടാണ് അത് കുറച്ച് ആദ്യ ഡോസ് ആനയ്ക്ക് മയക്കുവെടി നൽകുന്നത്. അതിനുശേഷം ഇപ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഈ പ്ലാന്റേഷൻ്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ആന പിന്നീട് കയറി പോവുകയായിരുന്നു. ഈ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് ആന കയറി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നിലവിൽ ആനയെ ഇപ്പോൾ മയക്കിക്കൊണ്ടിരിക്കുന്നത്. 3 ഡോസ് നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ പറയുന്ന സമയത്ത് ആന പൂർണ്ണമായും ചിലപ്പോൾ മയങ്ങിയിട്ടുണ്ടാകാം. എന്തായാലും അത് പൂർണ്ണമായും മയങ്ങിക്കഴിഞ്ഞാൽ ആനയുടെ 4 കാലുകൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 കാലുകൾ ബന്ധിക്കണം, മുഖം മൂടണം, തുമ്പിക്കൈ ബന്ധിക്കണം. അതിനുശേഷമാണ് ചികിത്സയിലേക്ക് കടക്കുക. അരുൺ സക്രിയ ഒരു ലാഡറിന് മുകളിലേക്ക് കയറി നിന്ന് അതിൽ നിന്നുകൊണ്ടാണ് ആനയ്ക്ക് ഈ ചികിത്സ നൽകുക. അതിൻ്റെ ചികിത്സ അത്തരത്തിലുള്ള ആ രീതിയിലേക്കാണ് ആന ചികിത്സയിലേക്ക് കടക്കുകയും ചെയ്യുക. എന്തായാലും ആനയുടെ നെറ്റിയിലുള്ള മുറിവ് ഗുരുതരമായിരുന്നു. അതിൽ പഴുപ്പുകളടക്കം പുറത്തേക്ക് വരുന്നുണ്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആനയ്ക്ക് ചികിത്സ നൽകണമെന്ന തീരുമാനത്തിലേക്ക് പോലും പോയത്. സ്വാഭാവികമായും ആനകൾ കുത്തുകൂടുമ്പോൾ ആനയുടെ മുറിവുകളൊക്കെ ഉണങ്ങാറുണ്ട്. അത് സ്വാഭാവികമായും അത് ഉണങ്ങി വരികയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ മുറിവ് കുറച്ച് ആഴ്ചകൾക്ക് പിന്നിട്ടിട്ടും ഉണങ്ങുന്നില്ല, പഴുപ്പ് കൂടുന്നു, അതിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അരുൺ സക്രിയക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു വിദഗ്ധ സംഘത്തെ എത്തിക്കുകയും ആ വിദഗ്ധ സംഘം വഴി ആനയെ ഒരു പറ്റിയ അനുയോജ്യമായ സ്ഥലത്തേക്ക് നീക്കി. അതായത് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചാലക്കുടി പുഴയുടെ ഈ കരയിൽ ഇവിടെ വെച്ച് ആനയെ ഒരിക്കലും ചികിത്സിക്കാൻ കഴിയില്ല, മയക്കുവെടി വയ്ക്കാൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ ആന നിന്ന്
തൊട്ടപ്പുറത്തെ ഭാഗത്തു നിന്നും പ്ലാന്റേഷനിലേക്ക് കയറ്റാൻ ശ്രമിച്ചത്. പക്ഷേ ഈ പടക്ക പൊട്ടിക്കുകയും തോക്ക് ഉപയോഗിക്കുകയും ചെയ്തതോടെ ആന വിരണ്ട കാട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷം പിന്നെ ഒരു ദിവസം ആനയെ തിരഞ്ഞു നടന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും ആന ഈ അതേ മേഖലയിലേക്ക് തിരികെ എത്തി. അങ്ങനെയാണ് വനംവകുപ്പ് ആനയെ എത്തുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമോശം വനംവകുപ്പ് വീണ്ടും കാണിച്ചില്ല. അതായത് പടക്കം പൊട്ടിക്കുകയോ തോക്ക് ഉപയോഗിക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ വാഹനത്തിന് ശബ്ദമുണ്ടാക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് ആനയെ കൃത്യമായി തന്നെ ആ പ്ലാന്റേഷന്റെ ആ ഭാഗത്തേക്ക് കറക്റ്റ് അവർക്ക് ഡാർട്ട് ചെയ്യാൻ കഴിയുന്ന അനുയോജ്യമായ സ്ഥലത്തേക്ക് ആനയെ കൊണ്ടുപോയത്. അവിടെ എത്തിച്ച ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയ്ക്ക് കൃത്യമായി മയക്കുവെടി, അതായത് ഒട്ടും സമയം പാഴാക്കാതെ, അതായത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും ആന പോയി ഏകദേശം ഒരു 5-6 മിനിറ്റ് മാത്രം ആകുമ്പോഴേക്കും ആനയ്ക്ക് ആദ്യ ഡോസ് മയക്കുവെടി നൽകിയിരുന്നു. പിന്നീട് അതിനുശേഷം കുറച്ചുകൂടി പാഴാക്കാതെ 2 ഡോസ് കൂടി നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ 3 ഡോസ് ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ആന എന്തായാലും ഇപ്പോൾ ഇതിനോടകം തന്നെ മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചികിത്സ ഒരുപക്ഷെ ഇപ്പോൾ ഈ സമയത്ത് ആരംഭിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും 10 മിനിറ്റിനുള്ളിൽ തന്നെ ചികിത്സ ആരംഭിക്കുമെന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റ്, അതായത് ഈ ട്രീറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ രീതിയിൽ ആയിരിക്കും ഉണ്ടാവുക. അതായത് സ്റ്റാൻഡിങ് സെഡേഷൻ നൽകി ആൻറ്റിബയോട്ടിക്കും അതുപോലെ തന്നെ ആനയുടെ മുറിവ് ഉണങ്ങാനുള്ള മരുന്നുകളും അതിൻ്റെ പഴുപ്പും ചലവും മറ്റ് ഇൻഫെക്ഷനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളുമാണ് ചെയ്യുക. അതിനുശേഷം ആനയെ വനത്തിലേക്ക് തന്നെ തുറന്നുവിടും. പക്ഷേ വനത്തിലേക്ക് തുറന്നു വിടുമ്പോഴും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ഈ മേഖല വിട്ട് ആന പോകാനുള്ള സാധ്യതയും നമുക്ക് സാധ്യതയും കാണുന്നില്ല. ഈ ചികിത്സ നൽകി കഴിഞ്ഞാൽ പോലും